എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്? രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഫോർമാറ്റാണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. ഇതിൽ ഫണ്ട് മാത്രമല്ല, നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നോളേജ് എല്ലാം പൂൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഓരോ പാർട്ട്ണർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി വെച്ച് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് പങ്കിടാനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ ആവശ്യത്തിന്റെ ഫണ്ടിങ് റിക്വയർമെന്റ് വരുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് അതിൽ ഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കൂട്ടായ്മയിലൂടെ തീരുമാനങ്ങൾ എടുത്ത് ബിസിനസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഇതിന്റെ ഡീമെറിറ്റ്സ് നോക്കാം. ഒരു പാർട്ട്ണറുടെ പിഴവിന് ബാക്കിയുള്ള എല്ലാവരും കൂടി റെസ്പോൺസിബിൾ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ തർക്കങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഒരു പാർട്ട്ണർ മരിക്കുകയോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് വീണ്ടും ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ ലീഗൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5,000 റുപ്പീസിന്റെ സ്റ്റാമ്പ് പേപ്പറിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വളരെ ചെറിയ ബിസിനസ്സുകൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകളെ വിർച്വൽ CFO ആയി നിയമിക്കാവുന്നതാണ്. കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോയ്ക്ക് CFO എന്ന് കമന്റ് ചെയ്യുക.